ഹേ ഗായ്സ്, സോ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കറാസ്നോയുടെയും അതുപോലെ തന്നെ നമ്മുടെ കറാസ്നോയുടെ പണ്ട് തൊട്ടേ റൈവലായിട്ടുള്ള ടോക്കിയോയിലെ മികച്ച ടീമായിട്ടുള്ള നെക്കോമ ഹൈസ്കൂളിനെതിരെയുള്ള ഒരു പ്രാക്ടീസ് മാച്ചാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് പലർക്കും ഒരു ഡൗട്ട് വരും, നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഓൾറെഡി ചെയ്തതല്ലേന്ന്. പക്ഷെ നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ മാച്ച് മാത്രമേ കാണിക്കുന്നുണ്ടായിരിക്കുള്ളൂ. അതായത് കറാസ്നോ വേഴ്സസ് നെക്കോമ മാച്ച് മാത്രമേ ഈ ഒരു എപ്പിസോഡിൽ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി 12ാമത്തെയും 13ാമത്തെ എപ്പിസോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു എപ്പിസോഡ് ഇപ്പോൾ തന്നെ കാണണം എന്നില്ല. ഇനി ഭാവിയിൽ നെക്കോമയുമായിട്ട് വീണ്ടും ഒരു റീമാച്ച് വരുന്നുണ്ട്. ആ ഒരു റീമാച്ചിന് മുന്നേ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു എപ്പിസോഡ് ഒന്നുകൂടി കാണുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് നെക്കോമയിലെ പ്ലേയേഴ്സിന്റെ നെയിമൊക്കെ ഓർത്തിരിക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ 12ാമത്തെയും 13ാമത്തെ എപ്പിസോഡ് കണ്ടിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ 2 എപ്പിസോഡ് കാണുന്നതിനായിട്ട് നല്ല ഈ ഒരു എപ്പിസോഡ് കാണുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കറാസ്നോ വേഴ്സസ് നെക്കോമ മാച്ച് കൃത്യമായിട്ട് തന്നെ മനസ്സിലാകുന്നതായിരിക്കും. സോ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കറാസ്നോയും നെക്കോമയും തമ്മിലുള്ള ആദ്യത്തെ മാച്ചാണ്. സോ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ലാഗ് അടുപ്പിക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ എപ്പിസോഡോട്ട് പോകാം. അങ്ങനെ 2 ടീമും റെഡി ആയെന്ന് ഉറപ്പായപ്പോൾ ഒട്ടും വൈകി തന്നെ ഈ ഒരു മാച്ച് ഇവിടെ തുടങ്ങുകയാണ്. അങ്ങനെ മാച്ച് തുടങ്ങി നമ്മുടെ കെമ്മയുടെ സെർവാണ് ആദ്യം തന്നെ കാണിക്കുന്നത്. കെമ്മയുടെ സെർവ് ഈസി ആയിട്ട് നമ്മൾ അസൈസാൻ അത് റിസീവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അസൈസാൻ റിസീവ് ചെയ്ത ഒരു ബോൾ നേരെ പോകുന്നത് കഗയാമയുടെ അടുത്തേക്കാണ്. കഗയാമ ഇപ്പോൾ ബോൾ സെറ്റ് ചെയ്യും എന്ന് ഉറപ്പായപ്പോൾ നമ്മൾ ഷോ ആണെങ്കിലോ അവൻ ബ്ലോക്കേഴ്സ് ഇല്ലാത്ത സ്ഥലം നോക്കി നല്ല സ്പീഡിൽ തന്നെ ഓടുകയാണ്. എന്നിട്ട് നമ്മളെ കഗയാമ ആണെങ്കിലോ ഇനി ഷോയെ ചാടാൻ പോകുന്ന അതേ സ്ഥലത്തേക്ക് തന്നെ കാൽക്കുലേറ്റഡ് ആയിട്ട് സെറ്റ് ചെയ്യാണ്. അത് നമ്മളെ ഷോയോ ഈസി ആയിട്ട് തന്നെ അത് സ്പൈക്കിങ് ചെയ്യുന്നു. അതിൽ നിന്ന് കറാസ്നോക്ക് ഈസി ആയിട്ട് തന്നെ ഒരു പോയിന്റ് ലഭിക്കുകയാണ്. ബേസിക്കലി പറയുകയാണെങ്കിൽ നമ്മളെ കഗയാമയുടെ ഷോയുടെ ആ ഒരു ഫാസ്റ്റ് അറ്റാക്ക് കോമ്പിനേഷൻ ആൻഡ് ആദ്യത്തെ പോയിന്റിന് ശേഷം നമ്മളെ കറാസ്നോയുടെ സെർവാണ്. അത് ടനക്കസാൻ ആണെങ്കിൽ സെർവ് ചെയ്യുന്നുണ്ട്. അതാണെങ്കിലോ നെക്കോമയിലെ പ്ലെയർ റിസീവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റിസീവ് ചെയ്ത ആ ഒരു ബോളാണെങ്കിൽ നമ്മുടെ കെമ്മയുടെ അടുത്തേക്കാണ് പോകുന്നത്. കെമ്മ അവരുടെ ടീമിലെ എയ്സിനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അവനാണെങ്കിൽ അത് സ്പൈക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ നിഷിനോയ ആ ഒരു പവർഫുൾ ആയിട്ടുള്ള സ്പൈക്ക് ഈസി ആയിട്ട് തന്നെ റിസീവ് ചെയ്യാണ്. അങ്ങനെ നമ്മൾ നോയസൺ റിസീവ് ചെയ്ത ആ ഒരു ബോളാണെങ്കിൽ കഗയാമയുടെ അടുത്തേക്ക് പോകുന്നു. കഗയാമ നമ്മൾ ഷോയോക്കാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് എന്ന തരത്തിലൊരു ആക്ഷൻ കാട്ടി അവരുടെ ബ്ലോക്കേഴ്സിനെ കബളിപ്പിക്കുന്നുണ്ട്. അത് കാരണം അവരുടെ ബ്ലോക്കേഴ്സ് എല്ലാം ഷോയുടെ മുന്നോട്ടാണ് ചാടുന്നത്. പക്ഷെ അപ്പോഴാണെങ്കിലോ കഗയാമ അവരെല്ലാം പറ്റിച്ചുകൊണ്ട് നമ്മൾ അസൈസാന്റെ അടുത്തേക്കാണ് ബോൾ ഇട്ട് കൊടുത്തത്. അത് നമ്മൾ അസൈസാൻ നല്ല പവർഫുൾ ആയിട്ട് തന്നെ അത് സ്പൈക്ക് ചെയ്യുന്നുണ്ട്. അത് അവരുടെ ടീമിലെ ലിബറോയുടെ കൈമ തട്ടിയിട്ട് പുറത്തേക്ക് പോകുന്നു. അത് കാരണം നമ്മൾ കറാസ്നോക്ക് ഇപ്പോൾ 2 പോയിന്റ് ലഭിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം നമ്മളെ കറാസ്നോയിലെ പ്ലേയേഴ്സ് ആണെങ്കിൽ അവരുടെ അറ്റാക്കിംഗ് സ്ട്രാറ്റജീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കുറെ പോയിന്റ് നേടുന്നുണ്ടായിരുന്നു. കറാസ്നോയുടെ അറ്റാക്കിംഗ് സ്ട്രാറ്റജീസ് നമ്മളെ കെമ്മ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്ന ആ ഒരു സമയത്ത് നെക്കോമയുടെ കോച്ച് ഒരു ടൈം ഔട്ട് വിളിക്കുകയാണ്. ബേസിക്കലി ഒരു ടൈം ഔട്ട് എന്ന് പറയുകയാണെങ്കിൽ ഒരു ടീമിലെ കോച്ചിന് തന്റെ പ്ലേയേഴ്സുമായിട്ട് പുതിയ പുതിയ സ്ട്രാറ്റജീസും ടാക്ടിക്സും ഒക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. പക്ഷെ അതൊരു മാച്ചിൽ ആകെ 2 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നെക്കോമയിലെ കോച്ചാണെങ്കിൽ തന്നെ പ്ലേയേഴ്സിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവരുടെ ടീമിൽ കുറെ മോൺസ്റ്റേഴ്സ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷെ അവരുള്ളത് കൊണ്ട് മാത്രം അവർക്ക് കളി ജയിക്കാൻ സാധിക്കില്ല. എനിക്ക് തോന്നുന്നു അവരവരുടെ എല്ലാ സ്പെഷ്യൽ അറ്റാക്കും ഇപ്പൊ യൂസ് ചെയ്തിട്ടുണ്ട്. അവർക്ക് പുതിയ പുതിയ സ്ട്രാറ്റജീസ് ഒന്നും ഇല്ലാത്ത കാരണം തന്നെ അവർ ഈ ഒരു ടാക്ടിക് യൂസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും കളിക്കാൻ പോകുന്നത്. അതുപോലെ കെമ്മ തന്നെ ടീമേറ്റ്സിന്റെ അടുത്ത് പറയുന്നുണ്ട് നമ്മൾ ആദ്യം സ്റ്റോപ്പ് ചെയ്യേണ്ടത് ഷോയോനെയാണ്. അവന്റെ മൂഡ് അനുസരിച്ചിരിക്കും അവരുടെ ടീമിന്റെ മുഴുവൻ മൂഡും. അത് കാരണം നമ്മൾ ആദ്യം അവനെ സ്റ്റോപ്പ് ചെയ്യണം. അതിനുശേഷം മാച്ച് റീസ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ കറാസ്നോ കഗയാമയുടെ ഷോയുടെ ഫാസ്റ്റ് അറ്റാക്ക് യൂസ് ചെയ്തിട്ട് കുറെ പോയിന്റ് നേടുന്നുണ്ട്. അതിനനുസരിച്ച് നെക്കോമയുടെ ബ്ലോക്കേഴ്സിന് ഷോയുടെ ആ ഒരു സ്പൈക്ക് തടയാൻ വേണ്ടിയിട്ട് വാശിയും കൂടുന്നു. സോ അത് കാരണം തന്നെ അവരുടെ ബ്ലോക്കേഴ്സ് തീരുമാനം എടുക്കാണ്. അതായത് അവരുടെ 3 ബ്ലോക്കേഴ്സ് തമ്മിൽ കുറച്ച് ഗ്യാപ്പ് വെക്കാൻ. ആ ഒരു 3 ബ്ലോക്കേഴ്സ് ആണെങ്കിൽ നമ്മളെ കെമ്മ പറഞ്ഞ വാക്കുകൾ ഓർക്കുന്നുണ്ട്. അതായത് ഞാൻ ഷോവിനെ നല്ലപോലെ നിരീക്ഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ ബ്ലോക്കേഴ്സ് ഇല്ലാത്തടത്തേക്ക് ചുമ്മാ ഓടുകയാണെന്ന്. അത് കാരണം അവൻ എവിടേക്കാണ് ഓടുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യണം. അതൊന്നും പോരാഞ്ഞിട്ട് നമ്മളെ കെമ്മയാണെങ്കിൽ അവരുടെ മെയിൻ ഫസ്റ്റ് ഇയർ ബ്ലോക്കേഴ്സിൽ ഒരാളായിട്ടുള്ള ഇനുവാക്കയോട് പറയുന്നുണ്ട് നീ എത്ര പ്രാവശ്യം അവരുടെ ആ ഒരു ഫാസ്റ്റ് അറ്റാക്ക് സൂക്ഷിച്ചു നോക്കി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നോ അത്ര തന്നെ നിനക്ക് ആ ഒരു അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാനും സാധിക്കും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളെ ഷോ അടുത്തൊരു ഫാസ്റ്റ് അറ്റാക്ക് ആയിട്ട് വരികയാണ്. പക്ഷേ ഇപ്രാവശ്യം ഇനുവാക്കക്ക് ആ ഒരു ബോൾ തടയാനായിട്ട് ഏകദേശം എത്താൻ സാധിക്കുന്നുണ്ട്. അവന് ഷോയുടെ ആ ഒരു സ്പൈക്ക് നൈസായിട്ട് തൊടുന്നുണ്ട്. ഇത് കാണുമ്പോൾ നമ്മൾ കഗയാമക്ക് ഒരു ടെൻഷൻ വരികയാണ്. കാരണം അവൻ ഇപ്പോൾ ചെയ്യുന്ന തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ എന്തായാലും നമ്മുടെ ഷോയുടെ ആ ഒരു സ്പൈക്ക് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. ആൻഡ് അതിനുശേഷം ഷോ അടിച്ച ആ ഒരു സ്പൈക്ക് ഇനുവോക്കയുടെ കൈമാറ്റിയ കാരണം തന്നെ അതിന്റെ സ്പീഡ് കുറഞ്ഞിരുന്നു. അത് കാരണം അവരുടെ ലിബറോക്ക് അത് ഈസി തന്നെ റിസീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ റിസീവ് ചെയ്ത ആ ഒരു ബോൾ ആണെങ്കിൽ നേരെ നമ്മളെ കെമ്മയുടെ അടുത്തേക്കാണ് പോകുന്നത്. കെമ്മ ഇപ്പോൾ ഒരാൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കും എന്ന് നമ്മളെ ഷോയെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്നുണ്ടാ നമ്മളെ കെമ്മ തന്നെ ആരും പ്രതീക്ഷിക്കാതെ കറാസ്നോയുടെ സൈഡിലോട്ട് ആ ഒരു ബോൾ ഇടുന്നു. ആ ഒരു ബോൾ താഴത്തോട് വീഴുന്നത് നോക്കി നിൽക്കാൻ മാത്രമേ നമ്മളെ കറാസ്നോത്തെ പ്ലേയേഴ്സിനെ സാധിച്ചുള്ളൂ. ഈ ഒരു സ്ട്രാറ്റജിക്ക് പറയുന്നവരാണ് സെറ്റർ ഡംപ്. അങ്ങനെ നെക്കുമ ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് പോയിന്റ് നേടിയതിനു ശേഷം നമ്മളെ കറാസ്നോത്തെ പ്ലേയേഴ്സിന്റെ അറ്റാക്ക് ഒന്നും വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് നമ്മൾ കഗയാമ ഒരു സെറ്റിന് വേണ്ടി കോൾ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അവനാണ് സെറ്റർ, അവനാണ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ നിൽക്കാൻ കഗയാമ ഇപ്പൊ നോയസാന്റെ അടുത്ത് ഒരു സെറ്റിന് വേണ്ടി ചോദിച്ചിട്ട് നോയസാൻ ആണെങ്കിൽ നമ്മൾ കഗയാമക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കഗയാമ ബ്ലോക്കേഴ്സ് ഇല്ലാത്ത സ്ഥലം നോക്കി കാൽക്കുലേറ്റ് ആയിട്ട് തന്നെ നല്ല പവർഫുൾ സ്പൈക്ക് ചെയ്യാണ്. അങ്ങനെ നമ്മൾ കറാസ്നോക്ക് ഒരു പോയിന്റ് ലഭിക്കും ചെയ്യുന്നു. കഗയാമയുടെ ഒരു സ്പൈക്ക് കണ്ടിട്ട് എല്ലാവരും ഞെട്ടിപ്പോവാണ്. നമ്മളെ ടനക്കസാൻ പറയുന്നുണ്ട് ഇവൻ എങ്ങനെയാണ് എല്ലാ ടെക്നിക്കും പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യാൻ സാധിക്കുന്നത്. അങ്ങനെ അതിനുശേഷം നമ്മളെ സുക്കിഷിമയും ഒരു പോയിന്റ് നേടുന്നുണ്ട്. അപ്പോഴാണ് നമ്മളെ കെമ്മ സുക്കിഷിമനെ പറ്റി ചിന്തിക്കുന്നുണ്ട്. ഇവൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ആലോചിച്ചിട്ടേ ഡിസിഷൻ എടുക്കുള്ളൂ. ഇവൻ ഷോയുടെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആണ്. അതിനുശേഷം നമ്മളെ കറാസ്നോക്ക് കുറെ അറ്റാക്കും ചെയ്യാൻ സാധിച്ചില്ല. നെക്കമ്മ ഇപ്പോൾ നമ്മളെ കറാസ്നേക്കാൾ 2 പോയിന്റിലും ലീഡിലാണ് നിൽക്കുന്നത്. അത് മാത്രമല്ല അവർക്ക് 24 പോയിന്റ് ആയിട്ട് ഒരു ഫസ്റ്റ് സെറ്റിന്റെ സെറ്റ് പോയിന്റ്
പോയിന്റിലൂടെയാണ് നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഷോയോ കഗയാമയുടെ അടുത്ത് പറയും, അടുത്ത സെറ്റ് നീ എനിക്ക് തന്നെ ഇട്ടായോ, നമുക്ക് ആ ഒരു ഫാസ്റ്റ് അറ്റാക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ കഗയാമ പറയും അത് വളരെയധികം റിസ്ക് പിടിച്ച പണിയാണ്, അവരിപ്പോൾ സെറ്റ് പോയിന്റിലാണ്, നമ്മൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ട് അവർക്ക് ഈ ഒരു പോയിന്റോട് ലഭിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു സെറ്റ് തോൽക്കും. ഇവിടെ നല്ല റിസ്ക് ഉണ്ടെന്നൊക്കെ എനിക്കറിയാം, പക്ഷെ എന്തായാലും നമുക്കൊന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. ഇതേ സമയം നെക്കോമയുടെ ഇനുവാക്ക എന്ന് പറയുന്ന ബ്ലോക്കർ ആണെങ്കിൽ നമ്മളെ കെമ്മ പറഞ്ഞിടത്ത പോലെ ഷോയുടെ മേലേക്കാണ് അവന്റെ ഫുള്ള് ശ്രദ്ധയും കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മളെ ഷോയോ കഗയാമയുടെ സെറ്റ് സ്പൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലോക്കേഴ്സ് ഇല്ലാത്ത സ്ഥലത്തോട്ട് നല്ല സ്പീഡിൽ ഓടുകയാണ്. പക്ഷെ അപ്പോഴത്തേനും ഇനുവാക്ക നമ്മളെ ഷോയനെ കോട്ടപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ഷോയോ കണ്ണും പൊട്ടി നല്ല പവറിൽ തന്നെ സ്പൈക്ക് ചെയ്യാണ്. പക്ഷെ അപ്പോഴത്തേനും ഇനുവാക്കക്ക് ഷോയുടെ മൂവ്മെന്റ് റെഡി ചെയ്ത കാരണം തന്നെ നമ്മുടെ ഷോയുടെ സ്പൈക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കുകയാണ്. ഇത് കണ്ടത് നമ്മളെ കഗയാമക്ക് ആകെ നെട്ടിപ്പോവാണ്. കാരണം ആദ്യമായിട്ടാണ് കഗയാമ ഷോയുടെ ആ ഒരു ഫാസ്റ്റ് അറ്റാക്ക് ഒരാളെ ബ്ലോക്ക് ചെയ്യുന്നത്. അങ്ങനെ അത് ബ്ലോക്ക് ചെയ്ത കാരണം തന്നെ നമ്മളെ കറാസ്നോ ഫസ്റ്റ് സെറ്റ് തോൽക്കുകയാണ്. നമ്മുടെ ഇനുവാക്ക ആണെങ്കിൽ ഈ ഷോയുടെ അടുത്ത് പറയുന്നുണ്ട്, അങ്ങനെ ഫൈനലി എനിക്ക് നിന്റെ ഫാസ്റ്റ് അറ്റാക്ക് തടയാൻ സാധിച്ചു. നമ്മുടെ ഷോയുടെ ആ ഒരു സ്പൈക്ക് ബ്ലോക്ക് ചെയ്യപ്പെട്ട സമയത്ത് നമ്മുടെ ഷോയോ ആകെ സെറ്റായി പോയി. അപ്പോഴാണെങ്കിലോ കറാസ്നോയിലെ എല്ലാ പ്ലേയേഴ്സും അവനെ മോട്ടിവേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അവൻ എന്തെങ്കിലും ഒരു ഭാഗ്യമുള്ളത് കൊണ്ട് മാത്രമായിരിക്കും നിന്റെ സ്പൈക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിച്ചത്, അടുത്ത പ്രാവശ്യം അവന് ബ്ലോക്ക് ചെയ്യാൻ പറ്റണം എന്നില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ ഷോയോ ഒന്ന് മോട്ടിവേറ്റഡ് ആവുന്നുണ്ട്. അങ്ങനെ രണ്ടാമത്തെ സെറ്റ് തുടങ്ങാണ്. പക്ഷെ എന്നിട്ട് നമ്മളെ ഷോയുടെ സ്പൈക്കുകൾ ഇനുവാക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഇത് കണ്ടപ്പോൾ നമ്മൾ കറാസ്നോത്തെ എല്ലാവർക്കും മനസ്സിലാവാണ്, നേരത്തെ അവൻ ബ്ലോക്ക് ചെയ്തത് അവന്റെ ഭാഗ്യം കൊണ്ടല്ല. പക്ഷെ എന്നിട്ട് നമ്മളെ ഷോയും കഗയാമയും ഈ ഒരു ഫാസ്റ്റ് അറ്റാക്ക് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ എല്ലാ അറ്റംപ്റ്റും ഇനുവാക്ക ബ്ലോക്ക് ചെയ്യുന്നു. എല്ലാ ഫാസ്റ്റ് അറ്റാക്കും ബ്ലോക്ക് ചെയ്യപ്പെടുന്ന കണ്ടിട്ട് നമ്മളെ കോച്ച് പറയുന്നുണ്ട്, ഷോയൊക്കെ നമ്മൾ എത്ര ചാൻസ് കൊടുക്കുന്നോ അത്രത്തോളം അവന് സ്വന്തമായിട്ടൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു ചാൻസ് നമ്മൾ കൊടുക്കുകയാണ്. അവൻ ഇപ്പോൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു വ്യത്യസ്തത കാണുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ടൈം ഔട്ട് വിളിക്കുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ പുതിയൊരു സ്ട്രാറ്റജി ഉണ്ടാക്കണം. അതിനുശേഷം മാച്ച് കണ്ടിന്യൂ ചെയ്തിട്ട് നമ്മൾ കഗയാമി ഷോ ഈ ഒരു ഫാസ്റ്റ് അറ്റാക്ക് വീണ്ടും ട്രൈ ചെയ്യാണ്. പക്ഷേ ഇപ്രാവശ്യം നമ്മളെ ഷോയോ പതിവിൽ വ്യത്യാസമായിട്ട് തന്റെ കണ്ണുകൾ തുറന്നിട്ടാണ് സ്പൈക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇത് കണ്ടപ്പോൾ നമ്മൾ കറാസ്നോത്തെ കോച്ച് ഉൾപ്പെടെ എല്ലാവരും ഞെട്ടിപ്പോവാണ്. പക്ഷെ നമ്മളെ ഷോയോ കാർ സെറ്റ് കൃത്യമായിട്ട് തന്നെ സ്പൈക്ക് ചെയ്യാൻ സാധിച്ചില്ല. അവൻ കണ്ണു തുറന്നിട്ട് ബോളിനെ നോക്കി കൈ സ്വിങ് ചെയ്തെങ്കിലും അവന്റെ കൈയാണെങ്കിൽ കൃത്യമായിട്ട് തന്നെ ബോൾ തട്ടില്ല. നമ്മളെ കോച്ച് ഇത് കണ്ടിട്ട് ആകെ ഞെട്ടിപ്പോവാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒരു ടൈം ഔട്ട് വിളിക്കുകയാണ്. എന്നിട്ട് നമ്മളെ കോച്ചാണെങ്കിൽ കഗയാമയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ ഷോയോക്ക് സാധാരണ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിനേക്കാൾ ഇനി മുതൽ ബോൾ കുറച്ച് സ്ലോ ആക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ചും കൂടി ഫോർമലായിട്ട് പറയുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഡെലിവറി ചെയ്യാതെ ഇൻഡയറക്റ്റ് ആയിട്ട് ഡെലിവറി ചെയ്യണം. കഗയാമ ഈ ഒരു സ്ട്രാറ്റജി ട്രൈ ചെയ്ത് നോക്കാന്ന് പറയാണ്. അങ്ങനെ മാച്ച് സ്റ്റാർട്ട് ആയിട്ട് ഇവർ ഈ പുതിയ സ്ട്രാറ്റജി ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിലും അത് അങ്ങോട്ട് തീരെ വർക്ക് ആവുന്നുണ്ടാവില്ല. നമ്മളെ ഷോയോക്ക് കൃത്യമായി തന്നെ ബോളിന്റെ മേലെ കൈ തട്ടിക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. ഇത് കണ്ടിട്ട് നമ്മളെ കോച്ച് പറയുന്നുണ്ട്, ഫസ്റ്റത്തെ ട്രയലൊന്നും ഒരാൾക്ക് പോലും പ്ലാൻ അനുസരിച്ച് വർക്ക് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ വീണ്ടും നമ്മൾ കഗയാമയും ഷോ ആണെങ്കിൽ ഒരു ഫാസ്റ്റ് അറ്റാക്ക് ട്രൈ ചെയ്യാണ്. പക്ഷേ ഇപ്രാവശ്യം നമ്മളെ ഷോ ആണെങ്കിൽ അവൻ ചുമ്മാ നല്ല പവറിൽ സ്പൈക്ക് ചെയ്യാണ്ട് ആ ഒരു വായുവിൽ നിന്ന് തന്നെ അവന്റെ കൈയിന്റെ ആ ഒരു അവൻ സ്പൈക്ക് ചെയ്യാൻ പോകുന്ന പൊസിഷൻ മാറിയിട്ട് വേറൊരു പൊസിഷനിലോട്ട് നല്ല സ്പീഡിൽ തന്നെ സ്പൈക്ക് ചെയ്യാണ്. അങ്ങനെ അത് കാരണം ഇപ്രാവശ്യം നമ്മളെ ഇനുവാക്കൊക്കെ അത് ബ്ലോക്ക് ചെയ്യാൻ സാധിച്ചില്ല. പകരം ഇപ്രാവശ്യം ആ ഒരു ബോൾ അപ്പുറത്തെ സൈഡിൽ തട്ടുന്നുണ്ട്. അങ്ങനെ ഇതിൽ നിന്നൊരു പോയിന്റ് നേടി എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് പെട്ടെന്നാണ് നമ്മൾ റെഫറി പറയുന്നത് അത് ഔട്ടാണെന്ന്. പക്ഷെ എന്തെങ്കിലും നമ്മളെ ഷോയോ അവൻ ചാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ, അതായത് അവൻ വായുവിൽ നിൽക്കുന്ന സമയത്ത് തന്നെ അവൻ പുതിയൊരു ഡിസിഷൻ എടുത്തിട്ട് ബോളിന്റെ ദിശ ബ്ലോക്കേഴ്സ് ഇല്ലാത്ത സ്ഥലത്തോട്ട് മാറ്റിവിടുകയാണ്. ഇത് സാധാരണ പ്ലെയറിനൊന്നും ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല. അത് കാരണം നമ്മളെ ഇനുവാക്ക ഷോ ഇപ്പൊ ചെയ്ത ഈ ടെക്നിക്കിനെ അവൻ അഭിനന്ദിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മളെ ഷോയോ ആണെങ്കിൽ കഗയാമയുടെ അടുത്ത് പറയുന്നുണ്ട്, അടുത്ത സ്പൈക്കിൽ എന്തായാലും ഞാൻ പോയിന്റ് നേടിയിരിക്കും. ഷോയും കഗയാമയും നെക്കോമയെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുതിയ സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ അതങ്ങോട്ട് വർക്ക് ആവുന്നുണ്ടാവില്ല. അത് കാരണം നമ്മളെ കഗയാമ എല്ലാ തെറ്റും അവന്റെ സെറ്റിന്റെ പ്രശ്നമാണ് എന്നും പറഞ്ഞ് അവനെ സ്വയം കുറ്റപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഷോയെ മിസ് ചെയ്ത ആ ഒരു ബോളാണെങ്കിൽ നമ്മളെ ക്യാപ്റ്റൻ അയച്ച് ഒന്ന് റിട്രീവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു ബോൾ പോകുന്നത് നമ്മളെ കറാസ്നോയുടെ സൈഡിലേക്കല്ല, മറിച്ച് നെക്കോമയുടെ സൈഡിലോട്ടാണ്. അങ്ങനെ നെക്കോമയുടെ സൈഡിലോട്ട് പോയ ബോളാണെങ്കിൽ നമ്മളെ കെമ്മ അവരുടെ ടീമിലെ എയ്സിന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് തടയാനായിട്ട് നമ്മൾ ബ്ലോക്കേഴ്സ് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ ടീമിലെ എയ്സ് അത് സ്പൈക്ക് ചെയ്യാണ്. അപ്പൊ നമ്മളെ കറാസ്നോ അത് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു ബ്ലോക്ക് ചെയ്യപ്പെട്ട ബോൾ നെക്കമ്മയിലെ ഒരു പ്ലെയർ വന്നിട്ട് ബോൾ നിലത്തിട്ടത് സേവ് ചെയ്യുന്നുണ്ട് അവരെ. അങ്ങനെ സേവ് ചെയ്ത ആ ഒരു ബോൾ നേരെ നമ്മളെ കെമ്മയുടെ അടുത്തേക്ക് വന്നു. കെമ്മയാണെങ്കിൽ അവരുടെ എയ്സിന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അവരുടെ എയ്സ് ആയിട്ടുള്ള യമമോട്ടോ ഈ ഒരു സ്പൈക്ക് ചെയ്യുന്നതിനടക്ക് ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ എത്ര നല്ല ടീമാണെങ്കിലും എനിക്കൊരു ചുക്കൂല, ഞാനിപ്പോഴും നെക്കോമയുടെ എയ്സ് ആണ് എന്നും പറഞ്ഞ് യമമോട്ടോ ആ ഒരു ബോൾ അവിടെ സ്കോർ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടിട്ടാണെങ്കിൽ നമ്മളെ ടനക്കസാനെ ട്രിഗർ ആവുന്നുണ്ട്. മാച്ചിൽ പോയിന്റ് ടേബിൾ കാണിക്കുന്ന സമയത്ത് നമ്മളെ നെക്കോമ തന്നെയായിരുന്നു കറാസിനേക്കാൾ കൂടുതൽ പോയിന്റ് നേടിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മളെ നെക്കോമയുടെ ഒരു സെർവാണ്, അതാണെങ്കിൽ നമ്മളെ കെമ്മ എടുക്കുന്നുണ്ട്. നേരെ പോകുന്നത് എന്നിട്ട് നമ്മളെ ഷോയുടെ മേലേക്കാണ്. ഷോയൊക്കെ എങ്ങനെ റിസീവ് ചെയ്യേണ്ടതെന്ന് കൺഫ്യൂഷൻ അടിച്ചിട്ട് അതാണെങ്കിൽ അവന്റെ മുഖത്തടിയിട്ട് മേലേക്ക് പോവാണ്. പക്ഷെ അപ്പോഴത്തെ നമ്മളെ നിഷിനായി വന്നിട്ട് അത് റിസീവ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ടനക്കൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ടനക്കയാണെങ്കിൽ നല്ല ഉയരത്തിൽ ചാടിയിട്ട് നല്ല പവറിൽ തന്നെ ഒരു സ്പൈക്ക് അടിക്കുകയാണ്. അതാണെങ്കിൽ ബ്ലോക്കേഴ്സിന്റെ കൈമാടിയിട്ട് ഔട്ടിലോട്ട് പോവാണ്. അങ്ങനെയുള്ള കറാസിനൊക്കെ ഒരു പോയിന്റ് ലഭിക്കുന്നുണ്ട്. സോ നമ്മളെ ടനക്കന്റെ ഒരു പോയിന്റ് നേടിയപ്പോൾ അവരുടെ ടീമിലെ എയ്സായിട്ടുള്ള യമമോട്ടൊക്കെ ട്രിഗർ ആവുന്നുണ്ട്. അതിനുശേഷം നമ്മളെ ഷോയോ അവന്റെ സ്പൈക്കുകൾ എങ്ങനെയൊക്കെ ബ്ലോക്ക് ചെയ്തിരിക്കാം എന്നൊക്കെ ആലോചിച്ചിട്ട് ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. ഇത് കണ്ടിട്ട് നമ്മളെ ക്യാപ്റ്റൻ അയച്ച് അടുത്ത് പറയുന്നുണ്ട്, നീ ചുമ്മാ ഓരോന്ന് ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കണ്ട, നീ നിന്റെ രണ്ട് കണ്ണുകളും വൈഡായിട്ട് ഓപ്പൺ ആക്കി വെക്കുക, എന്നിട്ട് കൂളായിട്ട് തന്നെ കളിച്ചാൽ മതി. അതിനുശേഷം നമ്മളെ കെമ്മക്ക് ഒരു സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ചാൻസ് ലഭിക്കുകയാണ്. അവനാണെങ്കിൽ ആർക്ക് സെറ്റ് ചെയ്യും എന്ന് നമ്മളെ ഷോ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മളെ ക്യാപ്റ്റൻ അയച്ച് അവനോട് അവന്റെ രണ്ട് കണ്ണും വൈഡായിട്ട് ഓപ്പൺ ആക്കി വെക്കാൻ പറഞ്ഞുള്ള കാര്യം അവൻ ഓർക്കാണ്.
പോവുകയാണ്. അത് കാരണം തന്നെ ആരും കാണാതെ സ്പൈക്ക് ചെയ്യാൻ പോകുന്ന നമ്മളെ ഇനുവാക്കയെ അവന് കാണാൻ സാധിച്ചു. ഇനുവാക്കാണെങ്കിൽ മനസ്സിൽ നിൽക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു പോയിന്റ് നേടും എന്നൊക്കെ വിചാരിച്ചിട്ട് സ്പൈക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളെ ഷോയോ അവന് മുന്നോട്ട് വന്നിട്ട് ആ ഒരു ബോളിന്റെ സ്പീഡ് കുറക്കാണ്. ഇത് കണ്ടിട്ടാണെങ്കിൽ ഇനുവാക്ക ഞെട്ടി പോവാണ്. പക്ഷേ ഷോയോ അവിടെ കൊണ്ട് നിർത്തിയില്ല. അവൻ എന്നിട്ട് സ്പൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ബ്ലോക്കേഴ്സ് ഇല്ലാത്ത സ്ഥലത്തോട്ട് ഓടി പോവാണ്. ഇനുവാക്കയാണെങ്കിൽ അവന്റെ പിന്നാലെ തന്നെ പോകുന്നുണ്ട്. പക്ഷേ ഷോയോ ഓടിപ്പോയിട്ട് ചാടിയിട്ട് എങ്ങനെയൊക്കെയോ നമ്മളെ കകയാമിട്ട് കൊടുത്ത സെറ്റ് അപ്പുറത്തെ സൈഡിൽ എത്തിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് നമ്മളെ കറാസ്നോക്ക് ഒരു പോയിന്റ് കൂടി ലഭിക്കുകയാണ്. പക്ഷേ അപ്പോൾ നമ്മളെ കകയാമ ചിന്തിക്കുന്നത് അവന്റെ സെറ്റ് ഇപ്പോഴും നല്ല ഹൈയിലാണ് പോകുന്നത്. അവന് ഇനിയും അവന്റെ സെറ്റ് ഇംപ്രൂവ് ചെയ്യാനുണ്ട്. അതിനുശേഷം നെക്കോമയിലെ ഏസ് ആയിട്ടുള്ള യമമോട്ടോ അവനൊരു പവർഫുൾ കിടിലൻ ഒരു സ്പൈക്കിലൂടെ തന്നെ അവർക്ക് ഒരു പോയിന്റ് നേടി കൊടുക്കുന്നുണ്ട്. അതോടുകൂടി 18 പോയിന്റുമായിട്ട് നമ്മളെ നെക്കോമയാണ് ലീഡിൽ നിൽക്കുന്നത്. അതിനുശേഷം നമ്മുടെ ടീമിലെ ഫോർമേഷനിലെ റൊട്ടേഷൻ ഉള്ള കാരണം തന്നെ നമ്മളെ ഷോയിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇനുവാക്ക് ഇപ്പൊ ബാക്കിലോട്ട് പോവാണ്. അതുപോലെ ബാക്കിൽ നടന്ന കുറോയാണെങ്കിൽ ഇപ്പൊ നമ്മളെ ഷോയിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. അങ്ങനെ അവരുടെ ടീമിലെ ഫോർമേഷനിൽ ഒരു ചേഞ്ച് വന്ന കാരണം തന്നെ നമ്മുടെ കകയാമ ഷോയിനെ വിളിച്ചുകൊണ്ടിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് അവനോട്. നമ്മൾ ഇനി പുതിയ സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫാസ്റ്റ് അറ്റാക്ക് അല്ല യൂസ് ചെയ്യാൻ പോകുന്നത്, മറിച്ച് നമ്മൾ ആദ്യം ചെയ്ത ഒരു ബ്ലൈൻഡ് ഫാസ്റ്റ് അറ്റാക്ക് ആണ്. അത് കാരണം നീ ഇനി ബ്ലോക്കേഴ്സ് ഇല്ലാത്ത സ്ഥലത്തേക്ക് നല്ല സ്പീഡ് ഓടിപ്പോയിട്ട് നല്ല ഉയരത്തിൽ തന്നെ ചാടിയിട്ട് നിന്റെ കണ്ണും പൂട്ടിയിട്ട് കൈ സ്വിങ് ചെയ്യുക. അതിന് ഷോയോ ഓക്കെ പറയുന്നുണ്ട്. അങ്ങനെ മാച്ച് സ്റ്റാർട്ട് ആയി നെക്കോമർ സെർവ് ചെയ്യാണ്. അത് നമ്മളെ നിഷിനോയ ഈ സൈഡ് തന്നെ റിസീവ് ചെയ്യാണ്. നമ്മുടെ നോയസൺ റിസീവ് ചെയ്ത ഒരു ബോൾ നേരെ പോകും നമ്മളെ കകയാമയുടെ അടുത്തേക്കാണ്. കകയാമ അവന്റെ കാൽക്കുലേറ്റുള്ള സെറ്റ് നമ്മളെ ഷോയുടെ കൈയുടെ മുന്നിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാണ്. ഷോയ അത് ഈ സൈഡ് തന്നെ കണ്ണും പൂട്ടി സ്പൈക്ക് ചെയ്യാണ്. അങ്ങനെ നമ്മളെ കറാസ്നോക്ക് വീണ്ടും ഒരു പോയിന്റ് ലഭിക്കുകയാണ്. ഷോയ പറയുന്നുണ്ട് എനിക്ക് ഈ ഒരു ഫീലിംഗ് വളരെയധികം ഇഷ്ടമാണ്. ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ നെക്കോമ പേടിക്കുന്നുണ്ടെങ്കിലും അവരുടെ അടുത്ത് നമ്മളെ ക്യാപ്റ്റൻ പറയാണ് ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ഇനി അവർ നമ്മളെ അടുത്ത് നിന്ന് എടുത്തുകൊണ്ട് എല്ലാ പോയിന്റ് നമ്മൾ തിരിച്ചെടുക്കാൻ പോവാണ്. അതിനുശേഷം ടീമിൽ ഫോർമേഷനിൽ റൊട്ടേഷൻ ഉള്ള കാരണം തന്നെ നമ്മളെ ഷോ ഇപ്പൊ ബാക്ക് സൈഡിലാണ് നിൽക്കുന്നത്. അത് കാരണം അവനാണ് സെർവ് ചെയ്യേണ്ടത്. ഷോയുടെ സെർവ് നെക്കോമയിലെ ലിബ്രോ റിസീവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റിസീവ് ചെയ്ത ആ ഒരു ബോൾ ആണെങ്കിൽ നേരെ നമ്മളെ ക്യാമറ അടുത്തേക്ക് പോകുന്നു. പക്ഷേ ആ ഒരു ബോൾ സ്പൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ ഒപ്പം തന്നെ ചാടുന്നുണ്ട്. ആ ചാടിയിൽ നിന്ന് ആർക്കായിരിക്കും കെമ്മ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് എല്ലാവരും തന്നെ ഇങ്ങനെ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുകയാണ്. എല്ലാവരും വിചാരിക്കുന്നത് നെക്കോമയിലെ ഏസിനായിരിക്കും കെമ്മ സെറ്റ് ചെയ്ത് കൊടുക്കാന്ന്. അങ്ങനെ വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളെ കെമ്മ ഫ്രണ്ടിൽ നിന്ന് ചാടിയ ആർക്കും തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തില്ല, മറിച്ച് ബാക്കിൽ നിൽക്കുന്ന ഒരു പ്ലെയറിനാണ് ഇട്ട് കൊടുക്കുന്നത്. ആ ഒരു പ്ലെയർ ആണെങ്കിൽ ബാക്കിൽ നിന്ന് തന്നെ നമ്മളെ കറാസിനോടെ കോർട്ടിലോട്ട് സ്പൈക്ക് ചെയ്യാണ്. അതാണെങ്കിൽ നമ്മളെ ഷോയുടെ തലമടിയിട്ട് അവരുടെ സൈഡിലോട്ട് തന്നെ വീണ്ടും പോവാണ്. നെക്കോമയുടെ സൈഡിലോട്ട് വന്ന ആ ഒരു ബോൾ ആണെങ്കിൽ നമ്മളെ ക്യാപ്റ്റൻ കുറോ റിസീവ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നേരെ നമ്മളെ കെമ്മക്ക് ഇട്ട് കൊടുക്കുകയാണ്. കെമ്മ നേരെ ആ ഒരു ബോൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അവന് ബോൾ കൊടുത്ത കുറോക്ക് തന്നെയായിരുന്നു. കുറോ ആണെങ്കിൽ അത് ഈ സൈഡ് തന്നെ സ്പൈക്ക് ചെയ്തിട്ട് ഒരു പോയിന്റ് നേടുന്നുണ്ട്. ഇത് കണ്ടിട്ട് കറാസിനത്തെ പ്ലേയേഴ്സ് ആകെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ്. ഇതോടുകൂടി 19 പോയിന്റുമായി നമ്മളെ നെക്കോമ ലീഡിൽ നിൽക്കുകയാണ്. ശേഷം നെക്കോമ പോയിന്റ് നേടിയ കാരണം തന്നെ നെക്കോമയുടെ സെർവ് ആണ്. അതാണെങ്കിൽ യമമോട്ടോ സെർവ് ചെയ്യുന്നുണ്ട്. ആ ഒരു സെർവ് നമ്മൾ ടനക്കസാൻ റിസീവ് ചെയ്യുന്നുണ്ട്. ടനക്കസാൻ റിസീവ് ചെയ്ത ആ ഒരു ബോൾ നേരെ നമ്മൾ നിഷിനോയുടെ അടുത്ത് വന്നു. നിഷിനോയ ആ ഒരു ബോൾ ആണെങ്കിൽ നമ്മൾ അസൈസാനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അസൈസാനെ നല്ല പവറിൽ തന്നെ സ്പൈക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നെക്കോമയിലെ ലിബ്രോ അത് ഈസിയായിട്ട് തന്നെ റിസീവും ചെയ്യുന്നു. അതിനുശേഷം നെക്കോമക്ക് ഒരു അഡ്വാൻറ്റേജ് ബോൾ ലഭിക്കുകയാണ്. അത് നമ്മളെ കെമ്മ കുറോക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കുറോ ആണെങ്കിൽ ആദ്യം ജമ്പ് ചെയ്യുന്ന പോലെ ആക്ട് ചെയ്തിട്ട് കുറച്ച് നേരം ഡിലേ ചെയ്തിട്ടാണ് ജമ്പ് ചെയ്തിട്ട് സ്പൈക്ക് ചെയ്യുന്നത്. അത് കാരണം തന്നെ കറാസിനത്തെ ബ്ലോക്കേഴ്സിന് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. ഈ ഒരു ഡിലേഡ് സ്പൈക്ക് എന്ന് പറഞ്ഞ ടെക്നിക് കണ്ടിട്ട് നമ്മുടെ കറാസിനത്തെ കോച്ച് വരെ അന്തമിട്ട് പോകുന്നുണ്ട്. ഈ ഒരു പോയിന്റും കൂടി ആയപ്പോൾ നമ്മുടെ നെക്കോമ 20 പോയിന്റായിട്ട് ലീഡ് നിൽക്കുകയാണ്. ഒരു 5 പോയിന്റ് ലഭിക്കുകയാണെങ്കിൽ അവർ ഈ ഒരു കളി തന്നെ ജയിക്കും. ഇതാലോചിച്ചിട്ട് നമ്മളെ കോച്ച് ഒരു തീരുമാനം എടുക്കുകയാണ്. എന്നിട്ട് കറാസിനത്തെ എല്ലാ പ്ലേയേഴ്സിനോടും പറയാണ് നിങ്ങളുടെ ഫുൾ പവറും സ്പീഡും ഒക്കെ യൂസ് ചെയ്തിട്ട് ഫുൾ സ്ട്രെങ്ത്തിൽ കളിക്കുക. നിങ്ങൾക്ക് എത്ര അഗ്രസീവായി കളിക്കാൻ സാധിക്കുന്നോ അത്ര അഗ്രസീവായിട്ട് കളിച്ചോ. സോ നമ്മുടെ കോച്ച് ഇങ്ങനെ പറഞ്ഞിട്ടപ്പോൾ എല്ലാ പ്ലേയേഴ്സും അവരുടെ ഫുൾ പവർ യൂസ് ചെയ്തിട്ട് എല്ലാവരും തന്നെ ഒഫൻസിൽ ഫോക്കസ് ചെയ്തിട്ട് നല്ല കുറെ പോയിന്റ് നേടുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ടീമിലെ സ്പൈക്ക് ബ്ലോക്ക് ചെയ്തിട്ടും അങ്ങനെ ഇത് കാരണം തന്നെ നമ്മളെ കറാസിനോക്ക് കുറച്ച് പോയിന്റ് ലഭിക്കുകയാണ്. അത് കാരണം നമ്മളെ കറാസിനോക്ക് 20 പോയിന്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ കുറെ പോയിന്റ് നേടിയപ്പോൾ നെക്കോമ പെട്ടെന്ന് ഒരു ടൈം ഔട്ട് വിളിക്കുകയാണ്. എന്നിട്ട് അവരുടെ കോച്ച് അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ കളിക്കുന്ന പോലെ തന്നെ കളിച്ചാൽ മതി, നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങളെ റിസീവിംഗ് നിങ്ങൾ ഒരിക്കലും മോശപ്പെടുത്തരുത്, നിങ്ങൾ ഒരു ബോൾ പോലും നിലത്തട്ടിക്കാതെ സൂക്ഷിക്കണം. അതിനുശേഷം മാച്ച് തുടങ്ങിയിട്ട് നമ്മുടെ ഷോ 2 പോയിന്റ് നേടുകയാണ്. അങ്ങനെ ഇപ്പോൾ നമ്മളെ കറാസിനോക്ക് 22ഉം നെക്കോമക്ക് 23 പോയിന്റുമാണ്. നീ അവരുടെ പോയിന്റുമായിട്ട് ഒപ്പം നിൽക്കാൻ ഒരു പോയിന്റ് കൂടി മതി. അതിനുശേഷം നമ്മളെ നെക്കോമയിലെ കെമ്മക്ക് ഒരാൾക്ക് സെറ്റ് ചെയ്യാൻ ഒരു ചാൻസ് ലഭിക്കുകയാണ്. അങ്ങനെ കെമ്മ ആർക്ക് സെറ്റ് ചെയ്യും എന്ന് നോക്കി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളെ കെമ്മ സെറ്റ് ചെയ്യുന്ന പോലെ ആക്ട് ചെയ്തിട്ട് ആ ഒരു ബോൾ സ്വയം തന്നെ അപ്പുറത്തെ സൈഡിലോട്ട് ഇടുന്നത്. ബേസിക്കലി നമ്മളെ കെമ്മ ചെയ്തത് സെറ്റർ ഡംപ് എന്ന് പറഞ്ഞ ആ ഒരു ടെക്നിക്ക് തന്നെയായിരുന്നു. ഈ ഒരു പോയിന്റ് കൂടി ആയപ്പോൾ നമ്മുടെ നെക്കോമക്ക് 24 പോയിന്റ് ആയിട്ടുണ്ട്. അവരിപ്പോൾ ഈ ഒരു മാച്ചിന്റെ സെറ്റ് പോയിന്റ് കൂടിയാണ് നിൽക്കുന്നത്. ഈ ഒരു പോയിന്റ് അവർ നേടിയതിനു ശേഷം നമ്മളെ കറാസിനത്തെ എല്ലാ പ്ലേയേഴ്സും ഫുൾ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ മാച്ച് തുടങ്ങിയിട്ട് നമ്മളെ കകയാമക്ക് ഒരു സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടുകയാണ്. കകയാമ ക്യാപ്റ്റൻ ഐസിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ക്യാപ്റ്റൻ ഐസ് അത് സ്കോർ ചെയ്തിട്ട് വീണ്ടും ഒരു പോയിന്റ് കൂടി നമുക്ക് കറാസിനോക്ക് ലഭിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം നമ്മളെ കറാസിനോക്ക് വീണ്ടും ഒരു അഡ്വാൻറ്റേജ് ലഭിക്കുകയാണ്. അതാണെങ്കിൽ നമ്മുടെ കകയാമ ആർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം എന്ന് വിചാരിക്കുന്ന സമയത്ത് നമ്മളെ കകയാമ നേരെ അസൈസാനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അസൈസ നല്ല പവറിലാണ് സ്പൈക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അത് അവരുടെ ടീമിലെ ലിബ്രോ അത് റിസീവ് ചെയ്യുന്നുണ്ട്. അതിന് നല്ല
പവറുള്ള കാരണം തന്നെ അത് നല്ല ഉയരത്തിലാണ് പോകുന്നത്. ആ ഒരു ബോളാണെങ്കിൽ നമ്മളെ കറാസിനോടെ സൈഡിലോട്ടാണ് വീണ്ടും വരുന്നത്. എന്നിട്ട് നമ്മളെ കറാസിനോക്ക് വീണ്ടും ഒരു അഡ്വാൻറ്റേജ് ലഭിക്കുകയാണ്. അത് നമ്മൾ അസൈസാനാണെങ്കിൽ നല്ല പവർ തന്നെ സ്പൈക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അത് വീണ്ടും അവരുടെ ടീമിൽ ഒരു പ്ലെയർ റിസീവ് ചെയ്യാണ്. പക്ഷേ വീണ്ടും അതിന് പവറുള്ള കാരണം തന്നെ നമ്മളെ കറാസിനോടെ സൈഡിലോട്ട് തന്നെയാണ് വരുന്നത്. കറാസിനോടെ സൈഡിലോട്ട് വന്ന ആ ഒരു ബോൾ നമ്മൾ ടനക്കസാൻ റിസീവ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മളെ കഗയാമക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടതും നമ്മളെ ഷോയോ നല്ല സ്പീഡിൽ തന്നെ ഓടിപ്പോവാണ്. ഷോയനെ കാണുമ്പോഴാണ് നമുക്ക് കഗയാമക്ക് പണ്ട് നടന്ന ആ ഒരു മൊമെന്റ് ആണ് ഓർമ്മ വരുന്നത്. നമ്മളെ ഷോയോ ബോളിന് വേണ്ടി ഹംഗ്രി ആയിട്ട് ഇരിക്കുകയാണ്. ഫുഡ് കിട്ടുകയാണെങ്കിൽ ഇപ്പൊ തിന്നും എന്ന് പറയുന്ന പോലെ അവന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവൻ ഇപ്പൊ അടിക്കും എന്നുള്ള തരത്തിലാണ് നിൽക്കുന്നത്. അത് കാരണം നമ്മളെ കഗയാമ മറ്റൊന്നും ആലോചിക്കാണ്ട് നമ്മളെ ഷോയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഷോയോ അവന്റെ എല്ലാ അബിലിറ്റീസും യൂസ് ചെയ്തിട്ട് നല്ലൊരു പവറിൽ തന്നെ നല്ലൊരു സ്പേസ് കണ്ടുപിടിച്ചിട്ട് തന്നെ ആ ഒരു സ്പേസിലോട്ട് തന്നെ ആ ഒരു ബോൾ സ്പൈക്ക് ചെയ്യാണ്. പക്ഷെ എല്ലാ തവണയും പോലെ ഇപ്പോഴും അവരുടെ ലിബ്രോ വന്നിട്ട് അത് റിസീവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഇപ്രാവശ്യം അത് നെറ്റിന്റെ മേലേക്കാണ് പോകുന്നത്. അവിടെ നിന്നും അവിടെ നടന്ന പ്ലെയർ അതാണെങ്കിൽ വിടാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഇട്ടെടുത്ത ആ ഒരു ബോളാണെങ്കിൽ നേരെ ഇപ്പൊ നിലത്തേക്കുഴും എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമ്മളെ കെമ്മ വന്നിട്ട് ആ ഒരു ബോൾ നല്ല പവറിൽ തന്നെ അടിയിൽ നിന്ന് ആ ഒരു ബോളിനെ ഹിറ്റ് ചെയ്യാണ്. അങ്ങനെ വന്ന ആ ഒരു ബോളാണെങ്കിൽ നമ്മളെ കറാസിനോടെ സൈഡിലോട്ട് വന്നിട്ട് നേരെ ഒരു മൂലയ്ക്ക് വന്നിട്ട് കുത്തുന്നുണ്ട്. നമ്മുടെ ഷോയിനേഷനെയും അത് റിസീവ് ചെയ്യാൻ എത്തുന്നുണ്ടെങ്കിലും അവരെ കൊണ്ട് അത് റിസീവ് ചെയ്യാൻ സാധിച്ചില്ല. അത് കാരണം തന്നെ നമ്മളെ കറാസിനോ ഈ ഒരു മാച്ചിൽ നിന്ന് 2 സെറ്റും തോൽക്കാണ്. സോ കറാസിനോ സസ് നെക്കോമ മാച്ചിൽ നമ്മളെ കറാസിനോ തോറ്റി നിൽക്കുന്ന സമയത്ത് നമ്മളെ ഷോയോ നെക്കോമയുടെ കോച്ചിന്റെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ധൈര്യമാണെങ്കിൽ ഒന്നുകൂടി മാച്ചിനോടാ. ഇത് കിട്ടിയിട്ടാണെങ്കിൽ നമ്മൾ നെക്കോമയിലെ കോച്ച് പറയുന്നുണ്ട്, നീ എന്നോട് ധൈര്യം ഉണ്ടോന്ന് ചോദിച്ച കാര്യമൊന്നുമല്ല, ഞാനിത് ഓൾറെഡി പ്ലാൻ ചെയ്തായിരുന്നു. നമുക്ക് എന്തായാലും ഒന്നും കൂടി ഒരു പ്രാക്ടീസ് മാച്ച് കളിക്കാം. അങ്ങനെ നമ്മളെ കറാസിനോ നെക്കോമയും കുറെ പ്രാക്ടീസ് മാച്ച് കളിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും നമ്മളെ ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ കളിച്ച എല്ലാ മാച്ചിലും നമ്മളെ കറാസിനോ ആണ് ഡിഫീറ്റ് ആയിട്ടുള്ളത്. അതിനനുസരിച്ച് 2 ടീമിലെ എല്ലാ പ്ലേയേഴ്സും നല്ല ടയർഡുമാണ്. പക്ഷേ ഇപ്പോഴും നമ്മളെ ഷോയോ ധൈര്യം ഉണ്ടെങ്കിൽ ഒന്നുകൂടി വാടാ എന്നും പറഞ്ഞ് അവരെ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു നെക്കോമയിലെ കോച്ചിന് ആകെ ദേഷ്യം വരുന്നുണ്ട്. അതുപോലെ നമ്മളെ കറാസിനോത്തെ കോച്ചാണ് നമ്മളെ ഷോയെ പിടിച്ചേക്കുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ നെക്കോമയിലെ കോച്ചാണെങ്കിൽ നമ്മളെ കറാസിനോത്തെ പ്ലേയേഴ്സിനോട് പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ റിസീവിംഗ് കുറച്ചുകൂടി സെറ്റ് ആക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ ടീമുമായിട്ട് ഒരു കോർഡിനേഷൻ വരികയാണെങ്കിൽ നിങ്ങൾ പിന്നെ ആർക്കും തടയാൻ പറ്റാത്ത രീതിയിലായി മാറും. അടുത്ത മാച്ചിൽ ഞങ്ങൾ നിങ്ങളെ നാഷണൽ ലെവൽ ടൂർണമെന്റിൽ കാണാം എന്ന് പറയുമ്പോൾ നെക്കോമയിലെ കോച്ചാണെങ്കിൽ അവരെ വിഷ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ടനക്കസാനാണ് കാണിക്കുന്നത്. ടനക്കസാന്റെ അടുത്തേക്കാണെങ്കിൽ നമ്മൾ നെക്കമയിലെ ഏസായിട്ടുള്ള യമമോട്ട് വരുന്നുണ്ട്. അവനെ കണ്ടപ്പോൾ നമ്മൾ ടനക്ക അവൻ്റെ അടുത്ത് ചൂടാൻ പോവാണ്. എനിക്കെന്താ നീ ഞാൻ തല്ലാമെന്നാണോ, എന്നാ വാട ഒറ്റക്കടിക്കാടാ എന്നും പറഞ്ഞിട്ട് നമ്മൾ ടനക്കസാൻ അവൻ്റെ അടുത്ത് ചൂടാൻ പോവാണ്. അപ്പൊ യമമോട്ട് പറയുന്നുണ്ട്, ഞാൻ അതിനൊന്നും വന്നല്ല, അത് പിന്നെ നിങ്ങളുടെ ടീമിലെ മാനേജറിന്റെ പേരെന്താണ്. ഇത് കേട്ട് നമ്മൾ ടനക്കസാൻ അവൻ്റെ അടുത്ത് ആകെ ചൂടാൻ പോവാണ്. നിനക്കെന്തിനാണ് ഞങ്ങളുടെ ടീമിലെ മാനേജറിന്റെ പേര് അറിഞ്ഞിട്ട് നീ എങ്ങനെ ഞങ്ങളുടെ ടീമിലെ മാനേജറിന്റെ മുഖത്തോട്ടായിട്ട് നോക്കിയാ നിന്നെ ഞാൻ അപ്പ കൊന്നുകളയും. ഇത് കേട്ടപ്പോൾ യമമോട്ട് പറയുന്നുണ്ട്, അതിനെപ്പറ്റി നീ പേടിക്കണ്ട, എനിക്ക് അതിന് മാത്രമുള്ള ധൈര്യമൊന്നുമില്ല. ഇത് കേട്ടപ്പോൾ നമ്മൾ ടനക്ക സൈലന്റ് ആയി പോവാണ്. എന്നിട്ട് കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ യമമോട്ടോയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കിയോക്കോ ഷിമിസു എന്നാണ് ഞങ്ങളുടെ ടീമിലെ മാനേജറിന്റെ പേര്. ഇത് കേട്ടപ്പോൾ അവനാണെങ്കിൽ ഓ എന്തൊരു നല്ല പേര്. അങ്ങനെ നമ്മളെ ടനക്കസാനും നെക്കോമയിലെ ഏസായിട്ടുള്ള യമമോട്ടോം ഇവിടെ വെച്ചിട്ട് ഫ്രണ്ട്സ് ആവാണ്. അതുപോലെ തന്നെ നമ്മൾ നെക്കോമയിലെ ബ്ലോക്കർ ആയിട്ടുള്ള ഇനുവോക്കയും നമ്മളെ ഷോയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കി പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നിഷിനോയ നെക്കോമയിലെ ലിബറോയെ ഇങ്ങനെ തുറച്ചു നോക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നെക്കോമയിലെ ലിബറോ ആണെങ്കിൽ ഇപ്പൊ ആകെ പേടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് നിഷിനോയെ ബാക്കിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്, നീ ശരിക്കും ഒരു അടിപൊളി ലിബറോയാണ്, ഞാൻ ഇതുവരെ അസൈസന്റെ ഒരു പവർഫുൾ ആയിട്ടുള്ള സ്പൈക്ക് റിസീവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ലിബറോയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഓടി പോവാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് കറാസിനോത്തെ നെക്കോമയത്തെ കോച്ചുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതാണ്. നെക്കോമയിലെ കോച്ചാണെങ്കിൽ നമ്മളെ കറാസിനോത്തെ കോച്ചിന്റെ അടുത്ത് പറയുന്നുണ്ട്, എന്താണ് മോനെ നിന്റെ അപ്പൂപ്പൻ ഒരു കളി നിയന്ത്രിക്കാൻ അറിയുന്ന ഒരു അത്യാവശ്യം നല്ലൊരു ബുദ്ധിയുള്ള മനുഷ്യനല്ലേ, എന്നിട്ട് നീ എന്താണ് ഇങ്ങനെ, നിനക്ക് ഞങ്ങളുടെ ടീമുമായിട്ട് ഒരു സെറ്റ് പോലും വിജയിക്കാൻ സാധിച്ചില്ലല്ലോ എന്നും പറഞ്ഞ് നമ്മളെ കോച്ചിനെ ആകെ മോട്ടറാക്കി വിടുന്നുണ്ട്. ഇത് കേട്ട് നമ്മളെ കോച്ചും ഉണ്ടായിരുന്നില്ല, അടുത്ത പ്രാവശ്യം നമ്മൾ കളിക്കുമ്പോൾ ഞങ്ങൾ എന്തായാലും നിങ്ങൾ എല്ലാ സെറ്റിലും തോൽപ്പിച്ചിരിക്കും. അപ്പൊ നെക്കോമയിലെ കോച്ച് പറയും, ഓ അതിന് മാത്രമൊക്കെ നീ വളർന്നു എന്നാ അതൊന്ന് കാണല്ലോ എന്നും പറഞ്ഞ് അവിടുന്ന് പോകുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളെ കോച്ച് അവിടുന്ന് പോകുന്നുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ നമ്മളെ കോച്ചിന്റെ ഈഗോ നന്നായിട്ട് തന്നെ ഹേർട്ട് ആയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്കാണെങ്കിൽ കോച്ച് പറയുന്നുണ്ട്, ഞാൻ അവരെ ഡിഫീറ്റ് ചെയ്തിട്ട് നാഷണൽസിലും ജയിച്ചിട്ടേ കറാസിനൊന്നും നീ പോവുള്ളൂ. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് അടുത്ത സീൻ കാണിക്കുന്നത്. 2 ടീമും പരസ്പരം ഗുഡ് ലക്ക് ഒക്കെ പറഞ്ഞിട്ട് പിരിയുന്നുണ്ട്. നമ്മളെ കറാസിനോല ടീമിലെ എല്ലാ പ്ലെയറിന്റെ പേഴ്സണാലിറ്റി സിമിലർ ആയിട്ടുള്ള ഒരു പ്ലെയർ നമ്മളെ നെക്കോമയിലും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ഒറ്റ ദിവസം കൊണ്ട് തന്നെ കറാസിനോയും നെക്കോമയും തമ്മിലുള്ള ഒരു റൈവൽറി അതിന് വീണ്ടും ഒരു പുനർജന്മം കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം നമ്മളെ ഷോയോ കെമ്മയെ കാണാൻ വന്നിരിക്കുകയാണ്. അവൻ കെമ്മയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഞാൻ ജോഗ് ചെയ്യാൻ പോയപ്പോൾ നിന്നെ കണ്ടപ്പോൾ നീ എന്നോട് പറഞ്ഞില്ലേ നിനക്ക് വോളിബോൾ കളിക്കുന്നത് വലിയ ഇഷ്ടമൊന്നുമില്ലാന്ന്, ഇന്ന് നിനക്ക് എങ്ങനെയാണ് തോന്നിയത്, ഇന്ന് നിങ്ങൾ ജയിച്ചപ്പോൾ നിനക്ക് എന്താണ് തോന്നിയത്. ഇതിന് മറുപടി നമ്മളെ കെമ്മ പറയുന്നത്, എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല, ബാക്കിയുള്ള എല്ലാ മാച്ച് പോലെ തന്നെയാണ് ഈ ഒരു മാച്ചും എനിക്ക് തോന്നിയത്. ഇത് കേട്ട് നമ്മളെ ഷോയ്ക്ക് ആകെ സങ്കടമാവുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ ക്യാമറ അടുത്ത് പറയുന്നുണ്ട്, അടുത്ത പ്രാവശ്യം നമ്മൾ രണ്ടുപേരും ഏറ്റുമുട്ടുമ്പോൾ ഞാൻ നിന്നെ കൊണ്ട് പറയിപ്പിക്കും, എനിക്ക് തോൽക്കുന്നത് ഇഷ്ടമല്ല, എനിക്ക് അടുത്ത പ്രാവശ്യം ജയിക്കണം എന്ന തരത്തിൽ എന്തായാലും ഞാൻ നിന്നെ കൊണ്ട് പറയിപ്പിക്കും. ഓക്കെ എന്നാൽ അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കും എന്ന് നമ്മളെ കെമ്മ
അമ്മയും പറയുന്നു. അതിനുശേഷം നമ്മളെ ഷോയോ കഗയാമയുടെ കൂടെ പോവാണ്. അവിടുന്ന് പോകുന്ന വഴിക്ക് കഗയാമ ഷോയുടെ അടുത്ത് പറയുന്നു, നമ്മളിപ്പോൾ ഒരു റിയൽ മാച്ചാണ് കളിക്കാൻ പോയതെങ്കിൽ നമുക്ക് ഇനി ഒരു സെക്കൻഡ് ചാൻസ് ലഭിക്കില്ല, നമ്മൾ പൊട്ടിയതാണ്. ഇത് കേട്ടിട്ട് നമ്മളെ ഷോയ പറയും, അതെ, പക്ഷേ ഇനി വരാൻ പോകുന്ന എല്ലാ റിയൽ മാച്ചിലും നമ്മൾ എന്തായാലും ജയിച്ചിരിക്കും. ഇത് കേട്ടിട്ട് നമ്മളെ കോച്ച് പറയുന്നുണ്ട്, നിങ്ങൾ ഇപ്പൊ തന്നെ അതിനെപ്പറ്റി ചിന്തിച്ചത് നന്നായി. ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഇന്റർ ഹൈ ടൂർണമെന്റ്സ് വരുന്നുണ്ട്. ആ ഒരു ടൂർണമെന്റിൽ നിന്ന് ഏതെങ്കിലും ഒരു മാച്ച് നമ്മൾ തോൽക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി കളിക്കാം എന്ന് പറഞ്ഞ് പോകാൻ പറ്റില്ല. അത് കാരണം നമ്മൾ നാളെ മുതൽ പ്രാക്ടീസ് തുടങ്ങാൻ പോവാണ്. അത് കാരണം നാളെ രാവിലെ തന്നെ എല്ലാവരും എത്തിക്കോണം. ഇത് കേട്ടിട്ട് എല്ലാവരും ഉറക്കെ തന്നെ യെസ് സാർ എന്ന് പറയാണ്. സോ ഗായ്സ്, എങ്ങനെയാണ് നമ്മുടെ കറാസിനോ വേഴ്സസ് നെക്കോമ മാച്ച്? നിങ്ങൾക്ക് ഈ ഒരു മാച്ച് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ 2 ത്രില്ലിംഗ് ആയിട്ടുള്ള മാച്ചുകളാണ് ഇനി വരാൻ കിടക്കുന്നത്. സോ അതൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾക്കിപ്പോൾ കറാസിനോ വേഴ്സസ് നെക്കോമ മാച്ച് നടന്ന പോലെ വേറെ ഏതെങ്കിലും മാച്ച് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഇങ്ങനെ വൺ ഷോട്ട് ആയിട്ട് ഫുൾ എപ്പിസോഡ് കാണുന്ന രീതിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഏതൊക്കെ ടീമുകൾ തമ്മിലുള്ള ഒരു മാച്ചുകളാണ് നിങ്ങൾക്ക് കാണേണ്ടതെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമ്മൾ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും തന്നെ ഒരു വൺ ഷോട്ട് പോലെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്ത എപ്പിസോഡ് കാണാം. അതുവരേക്കും ബൈ.